തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 32,000 വോട്ടിന് BJP ജയിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ സീറ്റിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത്. നമ്മളെല്ലാവരും കണ്ടു. ഒരേ പേരിൽ വിവിധ വോട്ടർമാർ, അല്ലേ? ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ 60ഓളം വോട്ടർമാർ, പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം, ചിലരുടെ ഹൗസ് നമ്പർ 0. പുതിയതായിട്ട് എൻറോൾ ചെയ്ത 18 വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ 70-80 വയസ്സായ ആളുകൾ. വ്യാപകമായ അഴിമതി രാജ്യത്തുടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു. ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു. ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും. ഇപ്പൊ അധികാരത്തിൽ ഇരിക്കാൻ പോലുള്ള അർഹതയില്ല. അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി, വ്യക്തതയോടുകൂടി, നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്.